സാൻഡൽവുഡ് പ്രൊഡക്റ്റുകളെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യക്തമായ ഇൻസൈറ്റ്, ഇന്ന് മാർക്കറ്റിന് വേണ്ട പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല എന്നും അത് ഓസ്ട്രേലിയയിൽ നിന്ന് അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉൽപ്പന്നം, ഈ സാൻഡൽവുഡ് ഓയിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കണക്കുകളിൽ എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്കതാണ് അറിയേണ്ടത്. 2022-23 സാമ്പത്തിക വർഷം 4000 കിലോ ഓയിൽ മേടിക്കാനായി ഓസ്ട്രേലിയക്ക് ഇന്ത്യൻ കറൻസിയായ 157 കോടി രൂപ കൊടുത്തു എന്നുള്ളത് 100% വിശ്വാസമുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങൾ എല്ലാവരും അനു സ്പീഡായിക്കോ. അനു യെസ്, സ്പീഡായിക്കോ. ഓക്കെ ഓക്കെ, യെസ് യെസ് സാർ. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഈ തെളിവുണ്ടോ? ആരുടെ കയ്യിലുണ്ട് ഇതിന്റെ തെളിവ്? ഇതിന്റെ തെളിവ് ഇന്ന് രാവിലെ വന്ന ന്യൂസ് പേപ്പറിൽ ഇതിന്റെ തെളിവ് കിടപ്പുണ്ട്. ഇന്ന് രാവിലെ വന്ന ന്യൂസ് പേപ്പറിൽ മനോരമ പത്രത്തിൽ കിടക്കുന്ന ഒരു ന്യൂസ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. മനോരമ പത്രത്തിൽ ഒരു ന്യൂസ് വന്നു. ആരൊക്കെ കണ്ടു? അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? അതിന് ഞാൻ ന്യൂസ് എടുക്കാം. ഓക്കെ, യെസ്, ഈ ന്യൂസ് കണ്ടു. ഇതിൽ നമുക്ക് എന്ത് ഇൻസൈറ്റ് കിട്ടി? എന്ത് തെളിവ് കിട്ടി? ചന്ദനത്തിൽ കുളിക്കാം, മൈസൂർ സോപ്പിന് 3000 രൂപ. നമ്മൾ ഞെട്ടിപ്പോയല്ലേ ഒരു സോപ്പിന്റെ വില. ഞാൻ അതിന്റെ ഒരു റേഷ്യോ ഒക്കെ നമുക്ക് പിന്നീട് ഇത് ചെയ്യാം. 150 ഗ്രാം മില്ലേനിയം സൂപ്പർ പ്രീമിയം മൈസൂർ സാൻഡൽ സോപ്പിന്റെ റേറ്റ് ആണിത്. മില്ലേനിയം സൂപ്പർ പ്രീമിയം മൈസൂർ സാൻഡൽ സോപ്പിൽ ഉപയോഗിക്കുന്ന എസെൻഷ്യൽ ഓയിലാണ്, നോർമൽ ഓയിൽ അല്ല. ഓക്കെ, അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പിന്നീട് വരാം. നമ്മൾ ആ കഴിഞ്ഞ ന്യൂസിൽ നമ്മൾ കണ്ടത് 2022-23 സാമ്പത്തിക വർഷം 157 കോടി രൂപ ഓസ്ട്രേലിയക്ക് കൊടുത്തിട്ടാണ് വാങ്ങിയത്. ആ വാങ്ങിയ കമ്പനിയുടെ ലാഭം, KSDLന്റെ ലാഭം താഴെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം സോപ്പ് വിൽപ്പനയിലൂടെ മാത്രം KSDL 415 കോടി രൂപ റവന്യൂ ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്. മൊത്തം റവന്യൂ അല്ല, റവന്യൂ ഞാനിപ്പോ കാണിച്ചു തരും. 415 കോടി രൂപ ലാഭം ഉണ്ടാക്കി എന്നാ കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ റവന്യൂ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ഇതാണ് KSDLന്റെ 2022-23 സാമ്പത്തിക വർഷം അതിന്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് കാണിക്കാൻ ഒരു അവസരം ഇവർ തന്നു സാറേ. ഓക്കെ, യെസ്, 2022-23 സാമ്പത്തിക വർഷം ആനുവൽ റിപ്പോർട്ടാണ് KSDLന്റെ. ഈ ആനുവൽ റിപ്പോർട്ട് ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല. ഇതിനകത്ത് ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാ എക്സ്പെൻസും ഡിവിഡന്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരൊറ്റ പോയിന്റിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഓക്കെ, ഓക്കെ, ഈ ഒരു കമ്പനി CSR ഫണ്ട്, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട് മാത്രം 4 കോടി രൂപയാണ്. 3,94,83,303 രൂപയാണ് ചന്ദനത്തിന്റെ ഉൽപ്പന്നത്തിലൂടെ ഒരു കമ്പനി ചെലവഴിക്കുന്നത്. ഓക്കെ, ആ കമ്പനിയുടെ ഓൾ ഓവർ ടേൺ ഓവർ, ഓക്കെ, ടേൺ ഓവറിലേക്ക് പോകാം. 1 സെക്കൻഡ്. ഓൾ ഓവർ ടേൺ ഓവർ വരുന്നത് 1000 കോടി രൂപയാണ്. ഓക്കെ, യെസ്, 1000 അല്ല, ഇത് ഓക്കെ, ഇത് ആനുവൽ അക്കൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. amount in all amounts are in course of NRI, INR. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ രൂപ കോടികളിലാട്ടോ എഴുതിയേക്കുന്നത്. എത്ര കോടി എഴുതിയേക്കുന്നതെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച ആരെങ്കിലും ഒരാള് എത്ര കോടി എഴുതിയേക്കണേന്ന്? 2201 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ, 2021-22 സാമ്പത്തിക വർഷം ഉള്ളത്. 2201 കോടി രൂപ 2022-23 സാമ്പത്തിക വർഷം. അതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ മുകളിലേക്ക് കാണിക്കാം. ഓക്കെ, സോറി, ഉണ്ടോ മുകളിൽ എഴുതിയുണ്ട്
ആസ് പെർ 31 മാർച്ച് 2023. ഇപ്പൊ 2023 മാർച്ച് കണക്കും 2022 മാർച്ചിലെ കണക്കുമാണ് ഈ മെൻഷൻ ചെയ്തത്. അപ്പൊ എത്ര കോടി രൂപയുടെ ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് സാൻഡൽവുഡ് പ്രൊഡക്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്? 2435 കോടി രൂപ ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് KSDL. ഒരൊറ്റ വർഷം, ഓരോ വർഷം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനു മുമ്പത്തെ വർഷത്തെ കണക്കാണ് കാണിച്ചത്. അപ്പോ ഇതിലൊരു കാര്യം നമുക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കും. ഈ മരം കൊടുത്താൽ 5 കോടി രൂപ ഒരാൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ ഇന്ന് 1.5 കോടി രൂപ കിട്ടുമെന്ന് വ്യക്തമാക്കി കഴിയുമ്പോൾ അത് വലിയ കോടികളുടെ കണക്കാണ്. പക്ഷെ നമ്മുടെ അറിവിൽ കോടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു, നമുക്ക് കോടികളെ കുറിച്ച് ഒരു അറിവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ റെജി കട്ടപ്പന എന്നൊരു വ്യക്തി 8 മാസം കൊണ്ട് ഏകദേശം 3 കോടിയിലധികം രൂപയുടെ ബിസിനസ് വന്നു. ഒന്നും വേണ്ട, നമ്മുടെ ഇരിക്കുന്ന ലീലാമാൻഡി, ബാക്കിൽ സൂര്യനെയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ലീലാമാൻഡി എത്ര ചെയ്തു സാറേ? ഒന്ന് പറഞ്ഞേ. 1.5 കോടിയോളം ബിസിനസ് ചെയ്താളാ ലീലാമ്മ ചേച്ചി. ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അന്യമല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്ന സത്യത്തിലേക്ക് പ്രപഞ്ചം തന്നെ നമുക്ക് വഴി കാണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, കൺഗ്രാചുലേഷൻ അല്ലേ. പുതിയ അറിവുകൾ അല്ലെ. മനോരമ പത്രത്തിന്റെ തലക്കെട്ട് ഇതാണ്: ചന്ദനത്തിൽ കുളിക്കാം, സോപ്പിന് 3000 രൂപ അല്ലെ. ചന്ദനത്തിന്റെ പ്രൊഡക്റ്റുകൾക്കുള്ള വാല്യൂ ആളുകൾ അറിഞ്ഞു തുടങ്ങി. പത്രങ്ങളിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഇനിയിപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കൈ കിട്ടും നമുക്ക് എന്തിനാണെന്നേ, ഇതാണ് ചോദ്യം. എന്നാത്തിനാ ഇതൊക്കെ